ആൾക്കാർക്ക് എന്ത് സംഭവിച്ചാലും നമുക്കൊരു കുഴപ്പവുമില്ല. നമുക്ക് വെടിക്കെട്ട് നടത്തണം, പൂരം കെങ്കേമമായി നടത്തണം. കാരണം എന്താ വെച്ചാൽ മരിച്ചവനൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, വലിയ വലിയ ആൾക്കാരൊന്നുമല്ല, അത്താഴ പഷ്ണിക്കാരനാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട്, അതുമാത്രവുമല്ല ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് കൂലി കൂടുതൽ കിട്ടുമായിരിക്കും, അതിന് വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പൂരം കാണാൻ പോകുമ്പോഴും മേലെ നിന്നിങ്ങനെ ഇത് കുലുങ്ങുന്നവരോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേഷ്ടി ധരിച്ചിട്ട് ഇങ്ങനെ വരുന്നവരോ ഒന്നുമല്ല മരിച്ചത്. അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ടി വി ചാനലിൽ വന്നിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരാളുടെ പോലും ബന്ധുവുമല്ല മരിച്ചത്. 13 പേരിലേ മരിച്ചുള്ളൂ. നമുക്കെന്താ, നമുക്ക് പൂരം കെങ്കേമമാക്കണം. നമ്മളിവിടെ ഈ പൂരത്തിനോടനുബന്ധിച്ച് ഒരുപാട് ഹോട്ടലുകൾ മോടി പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ഒരുപാട് പൈസ തന്നിട്ടുണ്ട്. അവരൊക്കെ ഈ ബിസിനസ് മുന്നിൽ കണ്ടിട്ടാണ് പൈസയൊക്കെ തന്നിരിക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്താണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും തിരിച്ചു കിട്ടൂല. അതുപോലെ തന്നെ ആരെ കൊലപ്പെടുത്തിയാലും നമുക്കൊരു കുഴപ്പവുമില്ല, നമുക്ക് പൂരം കെങ്കേമമായിട്ട് നടത്തണം. നമ്മുടെ തൃശ്ശൂർക്കാരെ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു ജൽപ്പനമാണ് ഇന്ന് കേൾക്കാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുകയാണ് ഇവന്മാരെ ഓർത്തിട്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, എല്ലാവരും ഭക്തർ തന്നെയാണ്, എല്ലാവരും വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷേ യാതൊരു ഒരു മുൻകരുതലും ഇല്ലാതെ, സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും ഇല്ലാതെ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വിയിലൊക്കെ വന്ന് പ്രസംഗിക്കുന്നവൻ്റെ മക്കളോ ആരെങ്കിലും അതിനടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, മോനെ അങ്ങോട്ടൊന്നും പോലെ അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, അങ്ങോട്ടൊന്നും പോകാൻ നിനക്ക് അധികാരമില്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട ആൾ ചെയ്തോളും. അതായത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ മരണപ്പെടുന്നത് ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക്, അതായത് ഈ പണിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വളരെ പാവപ്പെട്ട തൊഴിലാളികളാണ്. അവർക്കൊരു 100 200 കൂലി കൂടുതൽ കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഈ പണിക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും പോകത്തില്ല. ഉള്ള കാര്യം പറയുന്നത് എന്താ, ഇനി അവരുടെ മക്കൾ പോലും ഈ പണിക്ക് ഒരാളെ വിടുന്ന എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം വേദനാജനകമായ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. എന്നിട്ടും കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയുക? ഇതിനോട് കൂടിയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കാരുകളോടാണ്. അതായത് ഇനിയും പൂരം നടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവരോട് കുറച്ച് പൈസ കെട്ടിവെക്കാൻ പറയണം. എന്തിനാന്നല്ലേ, ഈ മരിച്ചവൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അതും സർക്കാർ മൊത്തത്തിൽ ഏറ്റെടുത്ത് കൊടുത്താൽ അത് എല്ലാവരുടെയും പൈസയുമാണ്. ഒരു കൂട്ടം തോന്നിയവാസികളുടെ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പൈസയല്ലേ പോകുന്നത്. ഏതായാലും ഒരു കാര്യം കേൾക്കാം. നമുക്ക് ആ ഒരു മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയില്ല കേട്ടാ. അയാളുടെ ആ ഒരു വർത്തമാനം കേട്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധവുമില്ലായിട്ട്, അതായത് നമ്മളൊന്നും ഇതുവരെ പൂരം കേട്ടതല്ലാതെ ഞാനൊന്നും പോയിട്ടില്ല കേട്ടോ, അങ്ങനെ പൂരവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത നമ്മൾക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരോട് വെറുപ്പും, ഈ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് തൃശ്ശൂർക്കാർ മാത്രമല്ലാതെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്കറിയാലോ ഇതിനൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഭക്ഷണം പോലും കഴിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോഴാണ് ഈ ഒരു മനുഷ്യൻ പറയുന്നത്, നിങ്ങൾ കേൾക്കണേ. ഞങ്ങളുടെ ഭരണസമിതി യോഗം ഉണ്ടായിരുന്നു, അതിനുശേഷം ആഘോഷ കമ്മിറ്റിയുടെ യോഗം ഉണ്ടായിരുന്നു. അതിലൊക്കെ യുനാനിമസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പൂരം നടത്തണമെന്ന്. അത് ആ ഒരു മെസ്സേജ് ജില്ലാ ഭരണകൂടത്തിന് അറിയിക്കാനായിട്ട് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് ഞങ്ങൾ അറിയിക്കും. തീരുമാനം ഇന്ന് 10:30 എന്താക്കാൻ എല്ലാവരും കൂടി തീരുമാനം എടുക്കും. അല്ല, സാമ്പിൾ കോൾ ഓഫ് ചെയ്യാം. അതെ അതെ, അല്ല വെടിക്കെട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞല്ലോ. ഇതിപ്പോൾ നമ്മൾ കടയിൽ പോയി മേടിക്കണതല്ല, 2 മാസമായിട്ട് ഇത് ഉണ്ടാക്കി അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് എങ്ങനെയത് ഡിസ്പോസ് ചെയ്യാം? അല്ല, അത് ആ മരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ഒപ്പമാണ്, അതിന് ആരും സംശയമില്ല. ഇതിന് ഇന്നലെ മീറ്റിങ്ങിന് ഏറ്റവും ഒരു ഡിസ്കഷൻ വന്നത് എന്താ വെച്ചാൽ, 2006 ഇത്തരം ഒരു വെടിക്കെട്ട് അപകടം പാർമേക്കാവിൻ്റെ പ്രമിസസിലുണ്ടായി പൂരത്തിന് 2 ദിവസം മുമ്പ്. എന്നിട്ട് പോലും അന്നത്തെ ആൾക്കാർ നടത്തി, അന്നത്തെ ജില്ലാ ഭരണകൂടം അതിന് സഹകരിച്ചു. ഇപ്പം എന്താ വേറൊരു നിലപാട്? അത് പൂരത്തിനെ തകർക്കാനാണോ എന്നുള്ളതാണ് പൊതുവികാരം വന്നത്. നല്ല മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യനാണ്, വളരെയധികം സൗഹൃദത്തിലുള്ളൊരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ എന്താ പ്രശ്നം എന്നറിയാം. അതായത് ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പൂരം നടത്തണം, ദേശക്കാരുടെ വികാരമാണെന്ന് പറയുന്നത്. ഈ ദേശക്കാരാരാന്നറിയാം, അത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരുപാട് ഇത് കണ്ടിട്ട് ഒരുപാട് ബിസിനസ്സുകൾ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരത്തിൻ്റെ വെടിക്കെട്ട് നിരോധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒഴിവാക്കിയത് കൊണ്ടോ ഒരുപാട് ഹോട്ടലുകളുടെ ബുക്കിംഗ് തന്നെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് പൂരത്തിന് വെടിക്കെട്ട് കാണാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ വരുന്നത് എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾ
നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അതായത് ഈ ഒരു സംഭവം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വീട്ടമ്മ പറയുന്ന ഒരു സംഭവമുണ്ട്. വെള്ളം ചോദിച്ചുകൊണ്ട് ഒരു രൂപം വന്ന് മുന്നിൽ നിന്നപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ മൊത്തത്തിൽ ബന്ധുരുകിയ ഒരു രൂപം വന്ന് ചോദിക്കുകയാണ്, അതായത് കുറച്ച് വെള്ളം തരുമോ എന്ന്. ആ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളും കാര്യങ്ങളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യ ശരീരങ്ങൾ, അതായത് ഒരിക്കലും കുടുംബക്കാരൊന്നും കാണാൻ കഴിയാത്ത തരത്തിലാണ് ഇവരെയൊക്കെ ഈ ഭാഗങ്ങൾ കിട്ടിയിരിക്കുന്നത്. അതുപോലും ആലോചിക്കാതെ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതെന്തുകൊണ്ട് പൊട്ടിച്ചൂടാ എന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള ആ ഒരു മനുഷ്യ മനസാക്ഷി എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ വെറും പ്രഹസനാന്നേ ഞാൻ പറയുള്ളൂ. അതായത് എന്താ പറയുക, പൂരവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ വേറെ ജില്ലകളിലുള്ള ആൾക്കാർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇങ്ങേരെ ഓർത്തിട്ട് സങ്കടപ്പെടുകയാണ്, ഇതുപോലെയുള്ള മനുഷ്യന്മാരെ ഓർത്തിട്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരിക്കലെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഇന്ന് ഈ ഒരു ദുരന്തവും കാര്യങ്ങളൊക്കെ നടന്നതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആചാരമായിട്ട് ഒരു ചെറിയൊരു നടത്തിപ്പ് മാത്രം അങ്ങനെ ചെയ്യാം. ആ മരിച്ച 13 പേരോടുള്ള എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ 13 പേര് മനുഷ്യജീവികളാണ് മരിച്ചത് എന്നുള്ള ഒരു ബോധമുണ്ടെങ്കിൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരം തുടങ്ങണമെന്ന് പറയത്തില്ല. മനസ്സിലാക്കുക നിങ്ങൾ. അതായത് ദേശക്കാർ, ഏത് ദേശക്കാരാണെന്ന് നിങ്ങൾ ദേശക്കാരുടെ തലയിൽ വെച്ച് കൊടുക്കല്ലേ ദൈവത്തെ ഓർത്തിട്ട്. അവിടെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ മനുഷ്യജീവിതം 13 ആൾക്കാർ പോയി. അതുമാത്രവുമല്ല, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൻ്റെ സമീപത്തുള്ള വീടുകളുടെ ഗതി അതിനപ്പുറത്താണ് നടന്നത്. ഓരോ ദുരന്തമുണ്ടാകുമ്പോഴും ഇതിൽ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപത്തുള്ള വീട്ടുകാർ തന്നെയാണ്. പൊട്ടിപ്പൊളിഞ്ഞ വീടുകളെ ആരാ നന്നാക്കി കൊടുക്കുക? എത്ര പൈസ കൊടുക്കും ഇവർ നന്നാക്കാൻ വേണ്ടിയിട്ട്? വാർപ്പൊക്കെ വിണ്ട് കയറി കഴിഞ്ഞ് ഇവർ എത്ര പൈസ കൊടുത്തിട്ട് എങ്ങനെ നന്നാക്കുന്നതാണ് പറയുന്നത്? ഒരു ഒലക്കയും കിട്ടത്തില്ലേ ഇവർക്ക്? മനസ്സിലാക്കുക നിങ്ങൾ. അവിടെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. ഓരോ വെടിക്കെട്ട് നടത്തുമ്പോഴും അവിടെ ഭയങ്കരമായിട്ടുള്ള ഒച്ച സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പറയുന്നത് പോലെ കുറച്ച് കിലോ മാത്രമാണ് അനുമതി കൊടുത്തതെങ്കിലും അതിൽ കൂടുതലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനിങ്ങനെയൊരു സംഭവം? അതാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പൊട്ടിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആൾ താമസമില്ലാത്ത ഏതെങ്കിലും ഒരു ഏരിയ, അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഫയർ എഞ്ചിനും കാര്യങ്ങളും. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും ഇല്ല എന്നാണ് പറയുന്നത്. ആ പൊട്ടിത്തെറിച്ചെടുക്കുക അത്രയും വളരെയധികം ഡേഞ്ചറായ ഒരു സ്ഥലം തന്നെയാണ്. അടുത്തടുത്തുള്ള വീടുകൾ, ആ വീടുകളിലൊക്കെ പിന്നെ ഏതെങ്കിലും ഒരു കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരാ സമാധാനം പറയുക? നമ്മളെല്ലാവരും കണ്ടതല്ലേ. അവിടെ എന്ന് പറഞ്ഞാൽ ചില വീടുകളിലൊക്കെ ഗ്ലാസ്സൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പാറമടകളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യാറുണ്ട്. എന്താ അറിയുക, അവിടുന്ന് ഉയരുന്ന പുകകളും പിന്നെ അവിടുന്ന് വരുന്ന പാറ കഷ്ണങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ വീടിന് കേടുപാടുകൾ സംഭവിക്കുന്നു എന്നുള്ള ഇതിൽ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ കൺമുന്നിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പാറ ചീളുകളൊക്കെ വന്ന് വീണിട്ടുണ്ട്. അതായത് ഒരു പാറമടേൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ പോയപ്പോൾ അത്രത്തോളം ദുരിതം അവരനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് നമ്മൾ സമരം ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് എന്താ പറയുന്നത്, പൂരം വെടിക്കെട്ട് നടന്നോട്ടെ, എവിടെയായാലും ശരി. ഞാൻ പറഞ്ഞല്ലോ, എവിടെ വെടിക്കെട്ട് നടന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് സ്ഥിതി നടന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിലും ഒരു കാര്യം ചെയ്യുക, ഇതിനായിട്ട് പ്രത്യേക സ്ഥലങ്ങൾ, എനിക്ക് തോന്നുന്നില്ല തൃശ്ശൂരിൽ അതിന് പറ്റിയൊരു സ്ഥലം ഈ അമ്പലത്തിനോടനുബന്ധിച്ചുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാടം അതിനായിട്ട് നികത്തി എന്തെങ്കിലും ഇതായിട്ട് എടുക്കുക, എന്നിട്ട് അവിടെ ഫയർ എഞ്ചിൻ കൃത്യമായിട്ട് സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഇതിനുള്ള പരിപാടി നോക്കുക. അല്ലെങ്കിൽ എന്തിനാണ് ഈ 70 ഈ ഗുണ്ടും കുഴിമിന്നൽ ഇതൊക്കെ എന്തിനാണ്? ആർക്കാണ് ഇതിൻ്റെയൊക്കെ കേൾക്കാനുള്ള ആവേശം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവിടെയുള്ള അന്തരീക്ഷം മലിനമാക്കി, ജനങ്ങളുടെ ജീവിതം പോയി, എല്ലാം പോയിട്ട് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ബന്ധുരുക്കിയവരൊക്കെ ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇത് അനുഭവിക്കേണ്ടി വരും. വെടിക്കെട്ട് അപകടത്തിൽ പരിക്ക് പറ്റിയ ആൾക്കാരെ നിങ്ങൾ പോയി നോക്കിയാൽ മതി. നിങ്ങൾ ജീവിതത്തിൽ പിന്നെ ഈ പണിക്കും പോകത്തില്ല, ഇമാതിരി തോന്നിവാസത്തിൻ്റെ അടുത്തും പോകത്തില്ലായിരുന്നു. അത്രത്തോളം ദുരിതമാണ് അനുഭവിക്കുന്നത്. ഏതായി കഴിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തരം വികാരമായി കഴിഞ്ഞാലും ഈ പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ 2006 സംഭവിച്ചു, അദ്ദേഹം തന്നെയാണ് പറയുന്നത്. ആ 2006 സംഭവിച്ചപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ല. പുറ്റിങ്ങൽ അപകടം ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. മറ്റു പല അപകടങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. എല്ലാവരും പറയുന്നത് എന്താ അറിയുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അയ്യോ വണ്ടിയിൽ പോകുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുന്നില്ലേ, അവിടെ ചെല്ലുമ്പോൾ അപകടമുണ്ടാകുന്നില്ലേ, നിങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ അപകടമുണ്ടായി എങ്ങനെ ചെയ്യും? ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ന്യായീകരണമാണ് വരുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വളരെയധികം സങ്കടത്തോടു കൂടി തന്നെയാണ് ഇത് പറയുന്നത്. വളരെ മോശം തന്നെയാണ് നിങ്ങൾ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ. ബൈ ബൈ.